ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല കിടിലൻ മീൻകറിയാണ്. അതും തേങ്ങ അരച്ചത് മത്തിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനത് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും സ്വാഗതം. എനിക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. 10 എണ്ണം ഉള്ളൂ. എന്നാലും അത് നന്നായിട്ട് നമുക്ക് കറി വെച്ചെടുക്കാം. മത്തീനെ നന്നായി വൃത്തിയാക്കി കഴുകി വെടുപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നല്ല പഞ്ഞിലും ഉണ്ടായിരുന്നു, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. 10 എണ്ണത്തിന് നമുക്ക് ഇരട്ടിയാക്കണം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി. എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കാറ്, അതിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തു. ആ വെള്ളത്തിൽ ഞാൻ കുടംപുളി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കൂടി ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം 2 കറിവേപ്പില എടുത്തിട്ടു. ഒന്നും കൂടി ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമുക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ എടുത്തിട്ട് കൊടുക്കാം. മീനെ ഞാൻ 2 ആക്കി മുറിച്ചെടുത്തു. എല്ലാ കഷ്ണവും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. മൂടി വയ്ക്കാം. കറി അവിടെ കിടന്ന് വേവട്ടെ, തിളച്ചു നന്നായി വെന്ത് വരട്ടെ. കറി ആയതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് താളിക്കാനായിട്ടുള്ള പണികൾ നോക്കാം. പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായി കഴിയുമ്പോൾ 1 സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് 3 കൂടി ഇട്ട് നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത്തിരി നേരം മൂടി വയ്ക്കാം. അപ്പോൾ തന്നെ ഇളക്കണ്ട. കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം അതിലത്തെ മണവും ഗുണവും ഒക്കെ അതിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ഇളക്കാം. പതുക്കെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സൂപ്പർ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുടംപുളിക്ക് പകരം മാങ്ങയുള്ള സീസണിൽ മാങ്ങയും പച്ചമാങ്ങയും ഇട്ട് നമുക്ക് ഈ കറി ഇങ്ങനെ വയ്ക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.